അതേ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഫറോക്കിലാണ്. ഫറോക്കിലെ റിവർ വേൾഡിലാണ് കേട്ടോ. എത്ര ആൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എന്താ റൈഡും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയണേ, വീഡിയോ കാണുന്ന ആൾക്കാർ. പിന്നെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കണ്ട. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കിടുന്ന വീഡിയോസൊക്കെ അങ്ങ് കാണട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ നോക്കിയതാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ. നമ്മുടെ ഫറോക്കിൽ പുതിയ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇതാ ഈ ഒരു സ്പീഡ് ബോട്ട്, അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പീഡ് ബോട്ടാണ്. അവർ ആ ഫറോക്ക് പുഴയിൽ വെച്ചിട്ട് ആ ബോട്ട് കൊണ്ട് കളിക്കുന്ന കളി കണ്ടാൽ സത്യം പറഞ്ഞാൽ നമ്മളതിൽ കയറിയിട്ട് പേടിച്ചിട്ട് എന്താ പറയുക, അതിൻ്റെ നേരെ മുകളിൽ കൂടെ ഈ റോപ്പിൽ ഇങ്ങനെ കറങ്ങാൻ പോയി എൻ്റെ അക്കര ഇക്കരയൊക്കെ പോയിട്ട് ഇങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ അല്ലേ? അത് തന്നെ, അതൊക്കെ പോയിട്ട് മിസ് ചെയ്യാണ്ട് പോയിട്ട് ഈ വെക്കേഷൻ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ. ഫാമിലിയും കുട്ടികളും ഒക്കെ എല്ലാവരുമായിട്ട് പോയിട്ട് വരിക. നല്ല രസമുള്ള പരിപാടി തന്നെ അല്ലേ? നമ്മളെ കുട്ടിക്ക് വേണ്ടിയല്ലേ നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താ അല്ലേ? അപ്പോൾ ഏതായാലും നമ്മളിതാ ബോട്ടിൽ കയറാനുള്ള പരിപാടിയിലാണ്. നമുക്കുള്ള ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ്. ആ വരുന്ന ആൾക്കാരെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം പോലെ എത്രത്തോളം എൻജോയ് ചെയ്ത് അത് പോകണം. ആ പാലത്തിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടില്ല സ്പീഡിൽ മുകളിൽ കൂടെ ബസ്സും പോകുന്നുണ്ട്, താഴെ കൂടെ ബോട്ടും പോകുന്നുണ്ട്. ബോട്ടിൽ സ്പീഡ് ഉണ്ടെങ്കിൽ അവിടെ പോയി കറക്കുന്നത് കാണുന്നത് എന്ത് സ്പീഡിലാണ് കറക്കുന്നത് അറിയാം. പേടി അത് മറിഞ്ഞിട്ട് വിൽക്കുമെന്നുള്ള നല്ല പേടി ഉണ്ട്. ഏതായാലും നോക്കിയാട്ടെങ്ങളെ പോണ പോക്ക് ഹൗ വല്ലാത്ത ജാതി. അതാ പൊളിച്ചെടുക്കുന്ന അതിൻ്റെ ഡ്രൈവർമാരേതായാലും പൊള്ളിയാണ് കേട്ടോ. നോക്കിയാണ്ടാ കറക്കുന്ന ലുക്ക്. അത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ആ മെയ് ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കൂടി ആകുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. തൊട്ട് മുകളിൽ കൂടെ കേബിൾ കാർ പോകുന്നുണ്ട്. നമ്മളെ റോപ്പിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോണ ആ സംഭവമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ വേറൊരു സംഭവം വരാൻ പോകണ്ടിട്ട് നമ്മളെ സ്കൈ ഡൈവ് അല്ല എന്താ ഈ മുകളിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമൊക്കെ അടുത്ത ദിവസം ഓപ്പൺ ആവുന്നതാണ് കേട്ടത്. അപ്പോൾ നമ്മളെ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളിതാ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാനിട്ട് നമ്മൾ കയറാൻ പോകണതാ. ഈ വണ്ടിയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നതാ. നമ്മളിതാ ഇറങ്ങണതാ. യൂണിഫോമൊക്കെ സെറ്റാണ്. നമ്മളെ ഫറോക്കിലാണുള്ളത്. കണ്ടില്ല, ഹൗസ് ബോട്ട് ഉണ്ട്, അടിപൊളി സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ മുകളിൽ കേബിൾ കാർ ഉണ്ട്. അതേപോലെ റോപ്പിൽ ഇങ്ങനെ പോയിന്റ് ചുറ്റും ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടൊക്കെ വരാം. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതാ പോണത് അടുത്ത ബോട്ട്. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്കുള്ള ബോട്ട് എത്തിയിട്ട് നമ്മൾ കയറി പോകേണ്ട കണ്ടോളി ബാക്കിയുള്ള കളികൾ. ക്യാമറമാനതാ ക്യാമറമാൻ. ഏതായാലും മക്കളെ ജീവൻ എടുത്തും ഈ കയ്യിൽ വെച്ചിട്ടാണ് പോയി വരുന്നത്. നമ്മളേതായാലും തിരിച്ചതാ ഇവിടേക്ക് എത്തുകയാണ്. ആ പാലത്തിനടി കൂടി റൗണ്ട് അടിച്ചാൽ നമ്മൾ അവിടെ എത്തിട്ടോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഹൗസ് ബോട്ട് ഒന്ന് കാണാൻ ഇറങ്ങട്ടോ. ഹൗസ് ബോട്ട് ഒന്ന് കണ്ടോളി ഇവിടെ ഉള്ളത്. ഹൗസ് ബോട്ടും കാര്യങ്ങളും അത് വേറെ ഉണ്ടല്ലോ. ഒരു ചെറിയൊരു ഹൗസ് ബോട്ട് ഉണ്ട്. പറക്കുന്നൊരു ഡ്രോണ് അത് പോണേ നമ്മളെ വെടിച്ചില്ല സാധനം. അടിപൊളി എക്സ്പീരിയൻസ്. ഒരാളും മിസ് ചെയ്യണ്ടോ സ്പീഡ് ബോട്ട്. പൊളിക്ക് സ്പീഡ് ബോട്ട് എന്നുള്ള ആ പേരങ്ങോട്ട് വരൂ. സ്പീഡ് സ്പീഡാണ്. കറക്കിയായിട്ട് ഉയത് മറിക്കുക. അയാളൊക്കെ ക്ഷീണിച്ചു. എങ്ങണ്ടായിരുന്നു? എങ്ങണ്ട് സംഭവം? എങ്ങണ്ട്? പൊളിയാ? മൂപ്പര പൊളിയാ? എത്ര മറിയൽ മറിഞ്ഞ്? പൊതി നോക്കല്ലേ നമ്മള് നാല് ഹൗസ് ബോട്ട് ഉണ്ട്. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരുന്നിട്ട് ചെറിയൊരു യാത്ര, ഒരു ചെറിയൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്താം. ആണല്ലേ? മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. കേബിൾ കാർ ഉണ്ട്. ഒരു ഏകദേശം 4 ആൾക്കോളം യാത്ര, 4-5 ആൾക്ക് ഒരു റൗണ്ടിൽ പോകാം. അപ്പോൾ അതിൻ്റെ അക്കരെ പോയിട്ട് തിരിച്ചു വരാം. കണ്ടല്ലേ, പുറമൊക്കെ പാലാണ് കാണുന്നത്. ഇതാണ് സംഭവം.
അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടെ സീ ഫുഡ് ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറി നല്ല ഫിഷൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ച്. അപ്പോൾ അവർ കട്ട് ചെയ്യുന്ന വീഡിയോ വരെ നമ്മൾ പോയെടുത്തിട്ടുണ്ട്. വലിയൊരു മീൻ ഇതാണ്. എത്ര സെക്കൻഡിൽ ആ മൂപ്പര് കട്ട് ചെയ്തെടുക്കുക. ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഇത്രയും സ്പീഡിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു 550 രൂപ മത്തി വാങ്ങി പെണ്ണുങ്ങൾ കൊണ്ട് കൊടുത്താൽ 4 മത്തി ഉണ്ട്. അത് മുറിച്ചും കൊണ്ട് എടുക്കുമ്പോൾ എത്ര മണിക്കൂർ എടുക്കുമെന്ന് അറിയോ. ഇവർ അത്ര സ്പീഡിൽ, എനിക്ക് തോന്നുന്ന ഒരു 10-30 സെക്കൻഡോടാണ് ഇത്രയും വലിയൊരു മീൻ അവർ കട്ട് ചെയ്ത് പീസാക്കി സൈസാക്കി കൊണ്ട് തരുന്നത്. കണ്ടില്ല അവരൊരു സ്പീഡ്. ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഈ പുള്ളിക്കാരനാണ് സൗദിയിൽ ഏകദേശം 18 വർഷത്തോളം ഷെഫായി ജോലി ചെയ്ത ആളാണ്. ഇയാളെ ഫുഡ് ഭയങ്കര വെറൈറ്റി സ്പെഷ്യൽ ഫുഡാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ കയറിയത്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ഫിഷ് ഐറ്റംസുകൾ, അതായത് സീ ഫുഡിൻ്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ട്രൈ ചെയ്യാണ്ട് നമ്മളൊന്ന് നോക്കുക. ഏതായാലും ഈ മീൻ കട്ട് ചെയ്യുന്നത് നമ്മളൊന്ന് കറക്റ്റ് കണ്ടോളിട്ടോ. അതെ, നമ്മളൊക്കെ ആണെങ്കിൽ എത്ര സമയം എടുക്കും അറിയാം ഈ ഒരു മീൻ കട്ട് ചെയ്തെടുത്താൽ. വെറും ഇറച്ചി മാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പറിച്ചെടുത്തതാണ് മീൻ റെഡിയാണ് കേട്ടോ. ഇനി അതിൻ്റെ മസാല ഒക്കെ പുരട്ടി മൂപ്പര് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. വെറൈറ്റി അടിപൊളി മസാല, 2 സൈസ് മസാല ഉണ്ട് അവരത്തേക്ക്. ഒരു പച്ച കളറുള്ള മസാലയുണ്ട്, അതേപോലെ ഒരു മഞ്ഞ പോലത്തെ ഒരു കളറുമാണ് അവർ തേച്ച് ചെയ്യുന്നത്. ഡബിൾ മസാല ഇല്ല, ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചാർക്കോൾ വെച്ചിട്ടുണ്ട്. ഫിഷിന്റെ ഒരുപാട് വെറൈറ്റി, ആ ഫിഷിന്റെ കട്ടിംഗ് ഒക്കെ വേറെ ലെവല്. അതായത് ഫ്രഷ് ഫിഷ്, അതായത് നമ്മുടെ തന്നെ കുറച്ച് പാലുണ്ട്, അതിന്റെ അടിയിലൊക്കെ ഫിഷ് അത് ക്രൗഡ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഏകദേശം നല്ല ക്രൗഡ് ഉണ്ട്. ഫ്രഷ് മീനുണ്ട്. ഈ ഒരു മീൻ ഒരു 30 സെക്കൻഡ് മുറിക്കാൻ കഴിയും. ആരെ മുറിക്കുന്ന ആളാ കപ്പറാ. 1 കിലോ മത്തി ആയി കഴിഞ്ഞാൽ പെണ്ണുകൾ കഷ്ടപ്പെടുന്നത് 30 സെക്കൻഡ് കൊണ്ട് മുറിക്കുന്ന ഭയങ്കര വിശ്വസിക്കണം. ഒരുപാട് വെറൈറ്റി നമ്മൾ ഒരു 5 ഉണ്ട്. പിന്നെ വേറെ കുറച്ച് സമയം എല്ലാം തിരിഞ്ഞപ്പോൾ നമ്മളെ ഭക്ഷണമൊക്കെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോളി. സ്പെഷ്യൽ സാധനം സൗദിയിലുള്ളവർക്ക് അറിയാം ഇതിന്റെ വില എന്താന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ബഹ്റൈനിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. ഇതൊന്നും കഴിക്കാൻ ഞാൻ പോയിട്ടില്ല. ഇതാണ് മകളി. ഇതൊരു സ്പെഷ്യൽ അറബിക് മസാല ആണ്. ഇതൊരു സ്പെഷ്യൽ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇത് പൊരിച്ചിട്ട് ഇതിലേക്ക് ഒരു അറബിക് മസാല മാത്രമേ ഇട്ടുള്ളൂ. അല്ലാതെ കുറെ മസാലകൾ കായം തേച്ചിട്ടുള്ള പരിപാടി അങ്ങനെ ഒന്നല്ല. ഇവിടുന്ന് ലാസ്റ്റ് എൻ്റെ മാത്രം ഇതിൻ്റെ ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. ക്ലോസ് ചെയ്തെടുക്കണം. അല്ല ഫിഷിൻ്റെ ഐറ്റംസ് എല്ലാം വേറെ പറയുമല്ലോ. ഒരുപാട് ഐറ്റംസുകളുണ്ട്. പള്ളിക്കറി, റൈസ്, റോൾ പൊറോട്ട, അൽഫാം മന്തി, ബിരിയാണി. ബിരിയാണി അവിടുത്തെ മെയിൻ ബീഫ് ബിരിയാണി, ബിരിയാണി കണ്ണൂർ സ്റ്റൈലാണ്. മെയിനായൊരു ഫിഷാണ്. പക്ഷേ ബാക്കി എല്ലാ ഐറ്റംസും കിട്ടും. ഗ്രേവി കടൽ കൂട്ട് പൊളി. അപ്പോൾ ഇങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ചെറിയൊരു കമൻ്റ് ഒക്കെ ഇടുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. ഓക്കെ, വീണ്ടും അടിപൊളി വീഡിയോ കാണാം. ബൈ.